പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നത്, ദേഷ്യമല്ല വന്നത്. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരിയാങ്കോര തന്തയല്ലല്ലോ എൻ്റെ തന്ത. അപ്പൊ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയില്ലേ, ആരും ഇതാണ് ആള് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള. അദ്ദേഹം പറയും, എനിക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല. ഒരു പെണ്ണിന് അത് പറയാൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന്റെ മുകളിലുണ്ടല്ലോ കുറെ പേര്, ആരും നല്ല കക്ഷികളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം, എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല, എനിക്ക് അതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി കേട്ടു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ്. ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങള്, അല്ലാത്ത ബന്ധങ്ങള് എല്ലാം ഉണ്ട് ഇവരൊക്കെ തമ്മിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തില് പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇങ്ങനൊരു കാര്യം വരുമ്പം ഒരാളെ അങ്ങ് തള്ളി അവരുടെ തലയിലെല്ലാം കുറ്റമിട്ട് അവരങ്ങ് രക്ഷപ്പെടാൻ നോക്കും. അവർക്കും ഈ ഗതിയാണ് വരണേന്നുള്ളത് അവരാലോചിക്കുന്നില്ല. നാളെ ഇവർക്കും ഈ ഗതിയായിരിക്കും. അപ്പൊ അത് ചോദിക്കുമ്പം ദേഷ്യം വരേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് കാര്യമായാലും ജനങ്ങളോടൊരു ഉത്തരവാദിത്തം ഉണ്ട്, അതിന് ഉത്തരം പറയും. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ചോദിച്ചപ്പോ പറയണ ഹൂ കെയർസ്, അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത്? അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണം. ഒരു MLA എന്ന് പറയണത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ MLA-ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അത് കോൺഗ്രസിന് തന്നെ നാണക്കേടല്ല. അവരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത്. പക്ഷെ അതവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയില്ല, ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ്. KPC പ്രസിഡന്റ് പോലും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു എന്താ പറയണ്ടത്, ഇത്രയും അതപ്പതിച്ചു പോയോ കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നി. കാരണം മുൻ KPC പ്രസിഡന്റ്മാരൊക്കെ സത്യം കണ്ട് അതിന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഇനി ആരെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ്? ഇവരൊക്കെ നിൽക്കുന്ന ഓരോ സമ്മർദ്ദങ്ങളുടെയും ഓരോ ഗ്രൂപ്പിന്റെയും പേരിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണോ? ഞാൻ അറിയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറയുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹം ഗ്രൂപ്പിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ശാപമാണ് ഈ മനുഷ്യനെ ഇപ്പൊ കിടന്ന് അനുഭവിക്കണം. കാരണം അത് പറയേണ്ട ഒരു കാര്യമില്ല. അത് പറഞ്ഞതിന് പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്നും പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മുകളിലൊരാളുണ്ടല്ലോ, ഞാനെല്ലാം അവിടെ അർപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന കുറഞ്ഞോളും. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് നിന്ന. ഇപ്പോഴും എനിക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ കണ്ടോണ്ടിരിക്കില്ല ഓരോന്നും ഇങ്ങനെ കിട്ടുന്നത്. ആണ്. കാരണം ഒരാളങ്ങനെ പറയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മേനെ പറയാം, പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ആ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്ത് പഴച്ചു അല്ലേ? അവർക്കിങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയത് അവരുടെ തെറ്റല്ലല്ലോ. അപ്പൊ ഒരിക്കലും അച്ഛനും അമ്മേനെയും സഹോദരിനെയും ഒന്നും നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഇയാൾ ആദ്യം ചെയ്തതാണേ. എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര വലിയ അടുപ്പമില്ലാത്ത ആളായിരുന്നു. ആ മനുഷ്യനാണ് എന്നോട് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ഗ്രൂപ്പിസൊക്കെ ഉണ്ട്. എന്താ പഴയമാരുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം എന്താ പറയാ, അവന് നമ്മളെ പണിയടിക്കുന്ന ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അതിൽ IUA ഒന്നും ഇല്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏത് ഭാഗത്താ ഓരോരുത്തരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ്.